മാളൂട്ടി, മാളു, അവിടെ അവിടെ നിക്ക മാളൂട്ടി. എന്തിനാ ഇങ്ങനെ ഓടണത് മാളു? കൈവിട്ട അപ്പ തുടങ്ങും ഓട്ടം. ഇങ്ങനെ ഒരു കുറുമ്പി. എന്തിനാ അതൊക്കെ എടുക്കണത്? ഈ കുട്ടിയെ കൊണ്ട് ഞാൻ തോറ്റു. മാളു, അവിടെ നിക്കാൻ. എന്താ ഇങ്ങതാ വാ. തീർത്ഥം ഉണ്ണികൃഷ്ണൻ നാളെ എത്തൂല്ലേ? അമേരിക്കയിൽ നിന്ന് എങ്ങനെയാ? നേരിട്ട് ഒറ്റ വിമാനമാണോ? ബോംബെ വരെ, പിന്നെ മാറിക്കയറണം. എന്തായാലും നാളെ നമുക്കൊരു വിശേഷ പൂജ നടത്താം. 2-2.5 കൊല്ലം എത്തിയിട്ടുള്ള വരവല്ലേ? ആ, മാളൂട്ടിക്ക് അച്ഛനെ കണ്ട ഓർമ്മ തന്നെ ഉണ്ടാവില്ല അല്ലേ? ഞാൻ അച്ഛനെ കണ്ടല്ലോ. അതെങ്ങനെ? ഓ, മെടുക്കി. അച്ഛൻ കൊണ്ടുവരുന്ന സമ്മാനത്തിലൊന്ന് ഈ വാരസ്യർക്കും തരണട്ടോ മാളൂട്ടി. അങ്ങനെ തരുക മുയ്യോനും മാളൂട്ടിക്കല്ലേ? ആ അമ്പടി കേമി. ഇന്ന് രാജിയുടെ മുഖത്തിനൊരു തെളിച്ചുണ്ടല്ലേ വാസന്തി? ഉണ്ടാവാണ്ടിരിക്കാ സരായനെ. നാളെ ആളിങ്ങത്തല്ലേ? ഒരു 2-2.5 മാസമെങ്കിലും ഉണ്ണിക്കൃഷ്ണൻ ലീവ് ഉണ്ടാവും. ഇല്ല രാജി? 15 ദിവസേ ഉള്ളൂ, ലീവില്ലാത്രേ. അയ്യോ, അത് മൂക്കിൽ വലിക്കാൻ കഴിയില്ലല്ലോ. ആവൂ, അച്ഛനിങ്ങ് വന്നില്ല. അതിനു മുൻപ് അതിന്റെ പത്രാസം മുഴുവൻ മാളൂട്ടിയുടെ മുഖത്തുണ്ട്. മാളൂട്ടി വരണോ? നല്ല തണുപ്പുണ്ട്, ഒന്ന് നീന്തി തുടിക്കാം. മാളൂട്ടി കുളിക്കതാ. പറഞ്ഞ അനുസരിക്കില്ല. ജാനു, എന്തോ? ഈ ലിസ്റ്റും പ്രകാരമുള്ള സാധനങ്ങൾ ഉച്ചയ്ക്ക് മുമ്പേ ഇവിടെ എത്തിക്കണമെന്ന് പലചരക്കടെ പ്രത്യേകം പറയണം. ആ, നാളെ മുതൽ പാല് 2 ലിറ്ററും കൂടെ വേണമെന്ന് അമ്മുക്കുട്ടിയോടും കൂടെ പറഞ്ഞേക്കണം. ശരി. എന്തായിരുന്നു അവിടെ? അമ്പലം ഉണ്ടാക്കി പ്രതിഷ്ഠ നടത്തിയിട്ടായിരിക്കും തൊഴുതത്. നേരെ ഉച്ചയായല്ലോ. കാപ്പി ഉണ്ടാക്കി വെച്ചിരുന്നല്ലോ. ഓഹോ, കണ്ടു. ആറി തണുത്ത് പാടയെ മൂടി. ഇപ്പൊ ഉണ്ടാക്കാം വേറെ. മോളെ, അച്ചമ്മയ്ക്ക് പ്രസാദം കൊടുക്ക. ഓ, ഞാൻ കുളിച്ചിട്ട് ഒന്നുമില്ല. ആ പൂജാമുറിയിലെങ്ങാനും വെച്ചേക്ക്. മധുരം എനിക്കേ വേണ്ട. അച്ചമ്മയുടെ തങ്കക്കെട്ട് കഴിച്ചു. വേണ്ട. മോളെ, മോളും ഉമ്പോച്ചിയോട് പ്രാർത്ഥിച്ചോ? എന്ത്? പിന്നെ അച്ഛമ്മക്ക് പറ്റല്ലേ? ആഹാ, അമ്പടി കള്ളി. അമ്മയുടെ കള്ളത്തരം അങ്ങനെ കിട്ടിയിട്ടുണ്ട്. പോക്കോ. അപ്പവും കിപ്പൊന്നും വേണ്ട, മോള് പോ. അനങ്ങി പോരുത്, അവിടെ ഇരുന്നോണം. ഇത് എന്താടാ രാഘവ, ഇതും ചുവന്നുണ്ട്? വേറെ ആരും കിട്ടിയില്ലയോ നിനക്ക്? വേറെ ആരും കിട്ടിയില്ലെന്ന് വില ഉറപ്പിക്കുന്നതിന് മുമ്പ് 7 ആളാ പുറകില്. കൂലി കേട്ടപ്പോ തോന്നി ആ കാശുണ്ട് ഇതുപോലെ 10 പോലെ വേറെ വാങ്ങിക്കാന്ന്. അങ്ങനെ ഇപ്പൊ ഇവിടുത്തെ കാശ് കണ്ടവൻ തിന്നണ്ട. അയ്യടാ, എന്റെ ബന്ധത്തിൽ ഇങ്ങനെയും കൂറുള്ള ഒരുത്തൻ ഉണ്ടായല്ലോ. കാപ്പി വല്ലതും കുടിച്ചോടാ നീ? അയ്യോ, എന്തൊരു വാത്സല്യമാണ് എന്റെ അപ്പച്ചിക്ക്. നോക്ക്, എന്റെ മേലാകെ കുളിരണോ? കുളിരണ്ട മോനെ, ദേഹമല്ലോ കഴുതേ. ആർക്കും വേണ്ടാത്ത നിന്നെ ചെല്ലും ചെലവും തന്ന് ഞാൻ ഇവിടെ കയറ്റി പാർപ്പിച്ചിരിക്കുന്നത്. അതുവേ അപ്പച്ചിയെ സഹിച്ചിവിടെ കഴിയുന്നതിന് എനിക്ക് ഇതൊന്നും കിട്ടിയാ പോരാ. എന്താ? അല്ല, തേങ്ങ എല്ലാം ഉണങ്ങി കിടക്കുകയാണെന്ന് പറയാ. ഉണങ്ങും. കാലത്തെ കൊല ചുമന്ന് കാശ് കുറെ ലാഭിച്ചതല്ലേ. എന്റെ കുഞ്ഞു പോയി വല്ലതും കഴിച്ച് കുറച്ചു നേരം വിശ്രമിച്ചാട്ടെ. സ്നേഹമല്ല
വരുവാ? അച്ഛൻ ഇപ്പൊ പ്ലെയിനിലല്ലേ മോളെ? കടലിന്റെ മുകളിൽ കൂടി എപ്പോഴും വരുവാ? അപ്പൊ വീണാലോ? കുരുത്തക്കേട് പറയുന്നോ? ഇല്ല, വീഴല്ലേ എന്റെ തേവരെ. ഇതെവിടുന്നാ? വെറുതെ നോക്കട്ടെ. ഒന്നല്ലെന്നെ. നീ ഒന്ന് കാണിച്ച നോക്കട്ടെ. ആഹാ, ഇതെന്തിനാ മോക്ക്? എനിക്ക് വേണം. എന്തിനാ? അപ്പുന്റെ കഴുത്ത് കെട്ടാൻ. പട്ടുകുട്ടിയുടെ കഴുത്തിൽ റിബണോ? അച്ഛൻ വരുമ്പോ അപ്പു ചുന്നരിനാണ്ട്. അപ്പു, ഈ അപ്പു എവിടെ? മോക്ക് ധൃതിയായി അച്ഛനിങ് എത്താൻ. മോക്ക് മാത്രല്ല, അപ്പു, അപ്പു, മെല്ലെ മെല്ലെ. അപ്പു, ഇവിടെ ഇരുന്നു, ഇവിടെ ഇരുന്നു. ഒന്ന് ഇപ്പൊ തരേ. എന്താ ഇത്? ഈശ്വരാ, ഈ കാടൻ പൂച്ചയെ കൊണ്ട് ഞാൻ തോറ്റു. കണ്ടില്ലേ ചെയ്തു വെച്ചിരിക്കുന്നത്? ഹായ്, പൂച്ചയായാലും ശരി ആരായാലും ശരി, ഇന്ന് അതിനെ പിടിച്ചിട്ട് എന്നെ ബാക്കി കാര്യം. കുറെ ദിവസമായി രണ്ടിനെ ഞാൻ തേടിക്കൊണ്ട് നടക്കും. ആഹാ, അത്ര കൊള്ളില്ലല്ലോ. പിടിച്ച ഞാൻ വെറുതെ വിടൊന്നുമില്ല. തൊലി ഉരിച്ച് കൊത്തി എരിഞ്ഞ് കഷ്ണം കഷ്ണമാക്കും. എന്നിട്ട് നല്ലപോലെ വിറക് കൂട്ടി തീയിട്ട് കമ്പിയെടുത്ത് കോർത്ത് മുളക് അരച്ചു പെരട്ടി ചുട്ടെടുക്കും. ആഹാ, എവിടെ? ഇറങ്ങ വെളിയില്, മോശം. എന്റെ കുറുമ്പിക്കോതേ, നിന്നെ കൊണ്ട് ഞാൻ തോറ്റു. അച്ഛനിങ്ങി വരട്ടെ.